ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുമായി പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തും. ധർമ്മസ്ഥലയിലെ നേത്രാവതി സ്നാൻഘട്ടിന് സമീപമാണ് പരിശോധന. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് GPS ടാഗിംഗ് നടത്തിയേക്കും. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ മൊഴിയെടുപ്പിന് ശേഷമുള്ള നടപടികളിലേക്ക് കടക്കുകയാണോ SIT? ധർമ്മസ്ഥലയിൽ പരിശോധന എപ്പോഴായിരിക്കും? SIT വിശദമായ മൊഴിയെടുപ്പ് നടത്തിയിരുന്നു. ഈ ശുചീകരണ തൊഴിലാളി നിരവധി നിർണായകമായ മൊഴി അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകി. ഇന്ന് ബെൽത്തങ്ങാടി SIT ഓഫീസിൽ നിന്ന് ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയുമായി പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇതാണ് ധർമ്മസ്ഥലയിലെ സ്നാനഘട്ട്. നേത്രാവതി പുഴയ്ക്ക് സമീപമുള്ള ഈ സ്നാനഘട്ടിന് സമീപത്താണ് ശുചീകരണ തൊഴിലാളി താമസിച്ചിരുന്നത്. ഈ മേഖലയിൽ നേരത്തെ കഴിഞ്ഞ 20 ദിവസങ്ങൾക്ക് മുൻപ് ശുചീകരണ തൊഴിലാളി ഹാജരാക്കിയ തലയോട്ടി അടക്കം പരിശോധിച്ചിരുന്നു. ആ തലയോട്ടി ഈ മേഖലയിൽ നിന്നാണ് കണ്ടെടുത്തതെന്ന ഒരു സൂചനയുണ്ട്. അതനുസരിച്ച് ഈ മേഖലയിലേക്ക് ഇപ്പോൾ പോലീസ് എത്തും. ഒപ്പം പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ധർമ്മസ്ഥലയിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള നേത്രാവതി പുഴയ്ക്കരികിലുള്ള സ്നാനഘട്ടിലാണ് ഇപ്പോൾ പോലീസിന്റെ വലിയൊരു സംഘം എത്തിയിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം ശുചീകരണ തൊഴിലാളിയുമായി ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ എത്തിയതിനു ശേഷം ഈ മൃതദേഹം നേരത്തെ കണ്ടെത്തിയ തലയോട്ടി അടക്കം കണ്ടെത്തിയ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന നടത്തും. മാത്രമല്ല, ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. 100-ലധികം മൃതദേഹങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടേതും അടക്കം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കുഴിച്ചിട്ടത് എന്നും കഴിഞ്ഞ ദിവസം ശുചീകരണ തൊഴിലാളി അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം വനം വകുപ്പും റവന്യൂ ജീവനക്കാരും ഉണ്ട്. ധർമ്മസ്ഥലയിൽ 20 വർഷമായി കാണാതായവരുടെ പട്ടിക തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ദുരൂഹമായി കാണാതായവരുടെയും ഒപ്പം അജ്ഞാത മൃതദേഹങ്ങളുടെയും കണക്കെടുക്കും. അജ്ഞാത മൃതദേഹങ്ങളും ദുരൂഹമായി കാണാതായ ആളുകളുടെയും അടക്കം കണക്കെടുത്തതിന് ശേഷം ഇതിന്റെ രേഖകൾ അടിയന്തരമായി കൈമാറാനാണ് അന്വേഷണ തലവൻ DGP പ്രണബ് മൊഹന്തി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ബെൽത്തങ്ങാടി SITയുടെ ഓഫീസിൽ കനത്ത സുരക്ഷയാണ്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ആ മേഖലയിലുണ്ട്. ഒപ്പം റവന്യൂ വകുപ്പിന്റെ ജീവനക്കാരും വനം വകുപ്പിന്റെ ജീവനക്കാരും പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പമുണ്ട്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്താനായിരുന്നു നേരത്തെ ഉള്ള തീരുമാനം. എന്നാൽ ഇന്ന് ഈ റവന്യൂ വകുപ്പും ഒപ്പം വനം വകുപ്പിന്റെ ജീവനക്കാരും പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം എത്തി ആ മേഖലയിൽ GPS ടാഗിംഗ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമായിരിക്കും കുഴിച്ചുള്ള പരിശോധനകളിലേക്ക് എത്തുക. ഏതായാലും പരിശോധനകളിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ദീപക് മോഹൻ നൽകിയിരിക്കുന്നത് ധർമ്മസ്ഥലയിൽ.